ദിവസത്തിലെ 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും കൃത്യമായി ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും അലാറം വെച്ച് എഴുന്നേൽക്കേണ്ടി വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, ശരിക്കും അതൊരു വലിയ വെല്ലുവിളിയാണ്. വെറുതെ എഴുന്നേൽക്കുക മാത്രമല്ലല്ലോ. ഈ അലാറം അടിക്കുമ്പോൾ ഒരു 87 വയസ്സുള്ള യാതൊരു പ്രതികരണശേഷിയുമില്ലാത്ത ഒരാളെ ശാരീരികമായി ഉയർത്തി മറ്റൊരു വശത്തേക്ക് തിരിച്ചു കിടത്തണം. ശരിയാണ്. അവർക്ക് സ്വന്തമായി ഒരു വിരൽ പോലും അനക്കാൻ കഴിയില്ല. ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അവധി കിട്ടില്ല എന്ന് ആലോചിക്കണം. ഇപ്പോ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ പുതിയൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്നത് കേവലം ഒരു സ്ട്രോക്ക് വന്ന രോഗിയുടെ വിവരങ്ങൾ മാത്രമല്ല. അതെ അതെ, ഇതൊരു ടൈം ബോംബ് പോലെ ഓരോ നിമിഷവും വിലപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. ശ്രീമതി മറിയാമ്മ ജോണിന്റെ മെഡിക്കൽ രേഖകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും കാണുന്നത് ഒരു കുടുംബം എങ്ങനെയാണ് സ്വന്തം വീടിനെ ഒരു ICU ആയി മാറ്റുന്നത് എന്നതാണല്ലേ? തീർച്ചയായും. 2026 ഏപ്രിൽ 1 രാവിലെ 9:30 കസ്തൂർബ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചത് മുതൽ തുടങ്ങിയ വലിയൊരു പോരാട്ടമാണ്. ആ സങ്കേത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്നുള്ള MRI റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലാകും. തലച്ചോറിലെ മിഡ് ബ്രെയിൻ, പിന്നെ സെറിബെല്ലം എന്നീ ഭാഗങ്ങളിൽ വലിയൊരു സ്ട്രോക്ക്, അതായത് ഒരു അക്യൂട്ട് ഇൻഫാക്ട് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ മെഡിക്കൽ വാക്കുകളായി തോന്നാം. പക്ഷേ അടിസ്ഥാനപരമായി ഈ സ്ട്രോക്ക് അവരുടെ ശരീരത്തിൽ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അത് ശരിക്കും വിശദീകരിക്കേണ്ട ഒന്നാണ്. എന്താണ് ഈ ഭാഗങ്ങളുടെ ഒരു പ്രാധാന്യം? ഈ മിഡ് ബ്രെയിൻ, അതുപോലെ സെറിബെല്ലം എന്നീ ഭാഗങ്ങളെ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമായി കണക്കാക്കാം. നമ്മൾ ശ്വസിക്കുന്നതും ഹൃദയം മിടിക്കുന്നതും എന്തിന് വായിലെ ഉമിനീരിറക്കുന്നതും വരെ നമ്മൾ ചിന്തിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഓ, അത് ശരിയാണല്ലോ. അത് തനിയെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതെ, ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. അവിടെ ഒരു ഇൻഫാക്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കാന്ന് വെച്ചാൽ ഈ സിസ്റ്റം പൂർണ്ണമായും തകർന്നു എന്നാണ് അർത്ഥം. ഓഹോ, അപ്പൊ അവർക്ക് സ്വന്തമായി ഭക്ഷണം വിഴുങ്ങാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, ഒടുവിൽ യാതൊരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് നയിക്കും അല്ലേ? അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. ഏപ്രിൽ 2 ചിത്രങ്ങൾ നമ്മൾ കാണുന്നത് ആശുപത്രിയിലെ ICUവിൽ ഉപകരണങ്ങളുടെ മാത്രം സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന മറിയാമ്മ ജോണിനെയാണ്. പിന്നീട് ഏപ്രിൽ 6 അവരെ ഒരു പ്രൈവറ്റ് വാർഡിലേക്ക് മാറ്റിയതായി കാണുന്നുണ്ട്. അവിടെ നിന്ന് ഏപ്രിൽ 11 അവർ ആശുപത്രി വിട്ട് വീട്ടിലെത്തി. ഇപ്പോൾ കുടുംബാംഗങ്ങളും ഒരു ഹോം നഴ്സും ചേർന്നാണ് അവർക്ക് മുഴുവൻ സമയ പരിചരണം നൽകുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ യാതൊരു പ്രതികരണശേഷിയുമില്ലാത്ത ഒരു രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആ അതിസങ്കീർണമായ സയൻസിനെ കുറിച്ചാണ്. അതെ, ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ട്യൂബ് വഴിയാണല്ലോ ഭക്ഷണം നൽകുന്നത്. ഈ ആസ്പിറേഷൻ എന്ന വാക്ക് ഈ റിപ്പോർട്ടുകളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ആസ്പിറേഷൻ? വളരെ ലളിതമായി പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണമോ ദ്രാവകങ്ങളോ അണ്ണനാളത്തിന് പകരം ശ്വാസകോശത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലേക്ക് പോവുകയോ? അത് വളരെ അപകടകരമാണല്ലോ. തീർച്ചയായും. സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസ് എന്നൊരു ചെറിയ വാൽവ് ശ്വാസനാളം കൃത്യമായി അടച്ചുപിടിക്കും. ഇതൊരു ഒരു ട്രാപ്പ് ഡോർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായി. ആ വാതിൽ അടയുമ്പോൾ ഭക്ഷണം നേരെ ആമാശയത്തിലേക്ക് പോകും. അതെ. എന്നാൽ മറിയാമ്മ ജോണിന്റെ കാര്യത്തിൽ സ്ട്രോക്ക് കാരണം ഈ ട്രാപ്പ് ഡോർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം നേരെ ശ്വാസകോശത്തിലേക്ക് പോകാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ഗുരുതരമായ ന്യൂമോണിയയ്ക്കും ചിലപ്പോൾ മരണത്തിനും വരെ കാരണമാകും. ഈ അപകടം ഒഴിവാക്കാനാണ് ഭക്ഷണം നൽകുമ്പോൾ കിടക്കയുടെ തലഭാഗം 30 മുതൽ 45 ഡിഗ്രി വരെ ഉയർത്തി വെക്കണമെന്ന് പറയുന്നത് അല്ലേ? സെമി ഫൗലസ് പൊസിഷൻ എന്നാണല്ലോ ഇതിനെ വിളിക്കുന്നത്. അതെ, കൃത്യമാണ്. അവിടെ നമ്മൾ ശരിക്കും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ഗുരുത്വാകർഷണത്തെ അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ ഉപയോഗിക്കുകയാണ്. ഭക്ഷണം താഴേക്ക് തന്നെ പോകുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണത്. അതായത് പൂർണ്ണമായും കിടത്തിക്കൊണ്ട് ഒരിക്കലും ഈ രോഗികൾക്ക് ഭക്ഷണം നൽകരുത് അല്ലേ? ഒരിക്കലും പാടില്ല. ഗുരുത്വാകർഷണം ഇല്ലാതെ ഭക്ഷണം നൽകിയാൽ അത് ശ്വാസകോശത്തിലേക്ക് ഒഴുകിയിറങ്ങാനുള്ള സാധ്യത 100%. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരെ 45 ഡിഗ്രി ഉയർത്തിയിരുത്തുന്നു. കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ പഴയതുപോലെ കിടത്താമോ,
അതോ ഈ ഭക്ഷണം ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ സമയം കൊടുക്കേണ്ടതുണ്ടോ? അവിടെയാണ് പലർക്കും വലിയൊരു അബദ്ധം പറ്റുന്നത്. ഭക്ഷണം നൽകിയ ശേഷം 1-2 മണിക്കൂർ വരെ ഈ ഉയർന്ന അവസ്ഥയിൽ തന്നെ രോഗിയെ തുടരാൻ അനുവദിക്കണം. 1-2 മണിക്കൂർ അങ്ങനെ തന്നെ ഇരുത്തണം അല്ലേ? അതെ, നമ്മൾ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ് നൽകുന്നത്. ആമാശയത്തിലെത്തിയ ഭക്ഷണം ഉടൻ തന്നെ ദഹിക്കില്ലല്ലോ. നമ്മൾ രോഗിയെ ഉടനെ മലർത്തിക്കിടത്തിയാൽ ആമാശയത്തിലുള്ള ദ്രാവകം തിരികെ അന്നനാളത്തിലേക്ക് വരാനും അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അതിനെ റിഫ്ലക്സ് എന്നല്ലേ പറയുക? അതെ, റിഫ്ലക്സ് എന്ന് പറയും. ഇത് തടയാൻ ഗുരുത്വാകർഷണം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഈ ട്യൂബ് ബ്ലോക്ക് ആകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടെ ഞാൻ കാണുന്നുണ്ട്. ഓരോ തവണ ഭക്ഷണം നൽകുന്നതിന് മുൻപും പിൻപും 30 മുതൽ 60 മില്ലിലിറ്റർ വരെ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ട്യൂബ് ഫ്ലഷ് ചെയ്യണമെന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ വളരെ മൃദുവായ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് പോലെയാണത്. കേവലം ഒരു ഫണലിലൂടെ സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അതെ, ആ ഒരു ഉപമ വളരെ കൃത്യമാണ്. അവിടെ മർദ്ദം കൂടാതിരിക്കാനും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടാതിരിക്കാനും ഓരോ തവണയും അത് ഫ്ലഷ് ചെയ്യണം. ചെറിയൊരു തടസ്സം മതി ആ സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാകാൻ. ശരിയാണ്. ഈ ട്യൂബ് അടിഞ്ഞു പോയാൽ അത് മാറ്റി പുതിയതിടുക എന്നത് ഒരു 87 വയസ്സുള്ള രോഗിയെ സംബന്ധിച്ച് അതികഠിനമായ വേദന നൽകുന്ന ഒരു പ്രക്രിയയാണ്. ഈ പൈപ്പ് ലൈൻ സിസ്റ്റം തകരാറിലാകുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? മരുന്നുകൾ നൽകുമ്പോൾ, ഗുളികകൾ പൊടിച്ചു നൽകുമ്പോൾ അവ പൂർണ്ണമായും വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ പലരും സമയം ലാഭിക്കാൻ ഒന്നിലധികം മരുന്നുകൾ ഒന്നിച്ച് കലർത്തി നൽകും. ഇത് വലിയൊരു അബദ്ധമാണ്. അങ്ങനെ കലർത്തിയാൽ എന്താണ് സംഭവിക്കുക? വ്യത്യസ്ത രാസവസ്തുക്കളാണല്ലോ ഈ മരുന്നുകളിലുള്ളത്. അവ ഒന്നിച്ച് കലർത്തുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ട്യൂബിനുള്ളിൽ വെച്ച് അവ കട്ടപിടിക്കുകയും ചെയ്യാം. അതായത് കോൺക്രീറ്റ് ഉറയ്ക്കുന്നത് പോലെ ഈ മരുന്നുകൾ ട്യൂബിനുള്ളിൽ ഉറച്ചു പോകുമല്ലേ? അതെ, അതുതന്നെ. അതുകൊണ്ട് ഓരോ മരുന്നും പ്രത്യേകം നൽകി അതിനിടയിൽ ട്യൂബ് ഫ്ലഷ് ചെയ്യുക എന്നത് ഒരു കർശനമായ പ്രോട്ടോകോളാണ്. ഇനി ഇതെല്ലാം ചെയ്യുമ്പോഴും രോഗിക്ക് ചുമയോ ശ്വാസതടസ്സമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഭക്ഷണം നൽകുന്നത് നിർത്തുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് നമ്മൾ ശ്വാസകോശത്തെ രക്ഷിച്ചു എന്ന് പറയാം. ഭക്ഷണം സുരക്ഷിതമായി ആമാശയത്തിൽ എത്തിച്ചു. പക്ഷേ ഇവിടെ ഒരു പുതിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. എന്താണ് പുതിയ പ്രശ്നം? ഭക്ഷണം നൽകാൻ വേണ്ടി നമ്മൾ അവരെ ഉയർത്തി കിടത്തുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും നട്ടെല്ലിന്റെ താഴ്ഭാഗത്തേക്കും ഇടുപ്പിലേക്കും കേന്ദ്രീകരിക്കുകയാണല്ലോ. ഇത് കൂടുതൽ സമയം തുടർന്നാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവിടെയാണ് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ ചർമ്മത്തിലേക്കും കോശങ്ങളിലേക്കും രക്തം എത്തിക്കുന്നത് കാപ്പിലറികൾ എന്ന വളരെ ചെറിയ രക്തക്കുഴലുകളാണ്. ഈ രക്തക്കുഴലുകൾക്ക് വലിയ മർദ്ദം താങ്ങാൻ കഴിയില്ലല്ലോ. അതെ, ഈ രക്തക്കുഴലുകൾക്കുള്ളിലെ മർദ്ദത്തേക്കാൾ കൂടുതൽ മർദ്ദം പുറത്തുനിന്ന് വന്നാൽ ആ രക്തക്കുഴലുകൾ അടഞ്ഞുപോകും. ഒരു രോഗി ഒരേ കിടപ്പിൽ കിടക്കുമ്പോൾ അവരുടെ എല്ലുകൾക്കും കിടക്കയ്ക്കും ഇടയിൽ പെട്ടുപോകുന്ന തൊലിയിലെ കാപ്പിലറികൾ അടയുകയും അവിടേക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യും. ഓക്സിജൻ കിട്ടാതാവുമ്പോൾ ആ കോശങ്ങൾ നശിച്ചു തുടങ്ങുമല്ലോ. തീർച്ചയായും. ഇതാണ് നമ്മൾ ഭയപ്പെടുന്ന ബെഡ് സോർ അഥവാ പ്രഷർ അൾസറായി മാറുന്നത്. അതിനർത്ഥം ഇത് വെറും ഒരു തൊലിപ്പുറമേയുള്ള മുറിവല്ല, മറിച്ച് കോശങ്ങൾ ശ്വാസം കിട്ടാതെ മരിക്കുന്ന അവസ്ഥയാണ് എന്നാണ്. ഇത് തടയാൻ വേണ്ടി രേഖകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ 2 മണിക്കൂറിലും രോഗിയുടെ കിടപ്പ് മാറ്റിക്കൊണ്ടിരിക്കണം. അതെ, പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അത് ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ അലാറം വെച്ചുള്ള ജീവിതം. എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ്. ഈ 2 മണിക്കൂർ എന്നത് വളരെ ശാസ്ത്രീയമായി കണ്ടെത്തിയ ഒരു സമയപരിധിയാണ് കേട്ടോ. 2 മണിക്കൂറിൽ കൂടുതൽ രക്തയോട്ടം തടസ്സപ്പെട്ടാൽ കോശങ്ങൾക്ക് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാം. മലർന്നു കിടക്കുന്നത്, വലത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നത്, ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നത് എന്നിങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള ഒരാളെ 2 പേർ ചേർന്ന് കൈകളിലോ കാലുകളിലോ പിടിച്ച് പതുക്കെ തിരിച്ചു കിടത്തുന്നതല്ലേ കുറച്ചുകൂടെ എളുപ്പം? എന്തിനാണ് ഈ 2 പേർ ചേർന്ന് ഒരു ഡ്രോ ഷീറ്റ്, അതായത് മടക്കിയ ഒരു ബെഡ്ഷീറ്റ് അവരുടെ തോള് മുതൽ ഇടുപ്പ് വരെ വെച്ച് അതിൽ പിടിച്ച് ഉയർത്തി മാറ്റണം എന്നൊക്കെ പറയുന്നത്? ഇതൊരുപാട് സങ്കീർണമല്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 87 വയസ്സെന്ന പ്രായം ഓർക്കണം.
ആ പ്രായത്തിൽ ചർമ്മം വളരെ മൃദുവായിരിക്കും, അതിന് ഇലാസ്തികത തീരെ കുറവായിരിക്കും. അത് ശരിയാണല്ലോ. പ്രായമാകുമ്പോൾ തൊലി വളരെ നേർത്തതാകും. അതെ, നിങ്ങൾ അവരെ കയ്യിലോ കാലിലോ പിടിച്ച് കിടക്കയിലൂടെ വലിക്കുകയോ തിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ചർമ്മത്തിന്റെ മുകൾ ഭാഗം കിടക്കയിൽ ഉടക്കി നിൽക്കുകയും ഉള്ളിലെ കോശങ്ങൾ ചലനത്തിനൊപ്പം മാറുകയും ചെയ്യും. ഇതിനെ ഷിയറിംഗ് എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുക. അപ്പോ അത് ചർമ്മം ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകാൻ കാരണമാകും അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഈ അപകടം ഒഴിവാക്കാനാണ് ഡ്രോ ഷീറ്റ് ഉപയോഗിച്ച് രോഗിയെ അല്പം ഉയർത്തി സ്ഥാനം മാറ്റുന്നത്. ഒരിക്കലും വലിച്ചിഴയ്ക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചരിഞ്ഞു കിടക്കുമ്പോഴും മലർന്നു കിടക്കുമ്പോഴും ഈ സമ്മർദ്ദം കുറയ്ക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. ചരിഞ്ഞു കിടക്കുമ്പോൾ 2 കാൽമുട്ടുകൾ തമ്മിൽ ഉരസി അവിടെ പുണ്ണുണ്ടാകാതിരിക്കാൻ മുട്ടുകൾക്കിടയിൽ ഒരു മൃദുവായ തലയണ വയ്ക്കണം. അപ്പൊ മലർന്നു കിടക്കുമ്പോഴോ? അതുപോലെ മലർന്നു കിടക്കുമ്പോൾ ഉപ്പൂറ്റി എപ്പോഴും കിടക്കയിൽ തട്ടിയാണിരിക്കുന്നത്. അതൊഴിവാക്കാൻ കാലിന്റെ അടിയിൽ ഒരു തലയണ വെച്ച് ഉപ്പൂറ്റി കിടക്കയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ വെക്കണം. ഇതിനെ ഫ്ലോട്ടിംഗ് ദ ഹീൽസ് എന്ന് പറയും. ഓഹോ, വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ ഉപ്പൂറ്റി നിൽക്കണമല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ. നോക്കൂ, ഓരോ 2 മണിക്കൂറിലും ഈ ഡ്രോ ഷീറ്റ് ഉപയോഗിച്ച് രോഗിയെ തിരിച്ചു കിടത്തുമ്പോൾ അത് വെറുമൊരു ചലനം മാത്രമല്ല. ആ സമയം തന്നെയാണ് അവരുടെ ശരീരം വൃത്തിയാക്കാനും ചർമ്മത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ഉപയോഗിക്കേണ്ടത് അല്ലേ? അതെ, ഒരു ബെഡ് ബാത്ത് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ കൂടെ ഈ പ്രോട്ടോകോളിൽ പറയുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്കെന്ന ക്രമത്തിൽ വേണം ശരീരം വൃത്തിയാക്കാനെന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും വൃത്തിയുള്ള ഭാഗത്തു നിന്ന് തുടങ്ങി വൃത്തി കുറഞ്ഞ ഭാഗത്തേക്ക്. ഇതിന് പിന്നിലും വളരെ വ്യക്തമായൊരു കാരണമുണ്ട്. കണ്ണുകൾ, മുഖം, നെഞ്ച്, കൈകാലികൾ, ഒടുവിൽ സ്വകാര്യ ഭാഗങ്ങൾ എന്നീ ക്രമത്തിൽ വേണം വൃത്തിയാക്കാൻ. നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് വൃത്തിയാക്കുന്നതെങ്കിൽ ബാക്ടീരിയകളെയും മറ്റണുക്കളെയും നമ്മൾ തന്നെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർത്തുന്നതിന് തുല്യമാവുമല്ലോ. അതെ, അണുബാധ തടയുക എന്നതാണ് ഇവിടെ പ്രധാന ലക്ഷ്യം. ഇവിടെയും ആ ചർമ്മത്തിന്റെ മൃദുത്വത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ തോർത്തുപയോഗിച്ച് ഈർപ്പം കളയുന്നത് പോലെ ഇവിടെ ചെയ്യാൻ പാടില്ല. തൊലിയിൽ അമർത്തി തുടയ്ക്കാതെ പതുക്കെ ഒപ്പിയെടുക്കുകയാണ് വേണ്ടത്. പാറ്റ്, ഡു നോട്ട് റബ് എന്നതാണ് നിയമം. ശരിയാണ്. അമർത്തി തുടയ്ക്കുന്നത് വീണ്ടും ഷിയറിംഗ് ഉണ്ടാക്കും. ഈ സമയം തന്നെയാണ് നട്ടിലിന്റെ താഴ്ഭാഗം, ഉപ്പൂറ്റി, ഇടുപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടത്. അവിടെയാണ് ബെഡ് സോറിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുക. ഈ രേഖകളിലൂടെ കടന്നുപോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും അല്പം ഭയപ്പെടുത്തിയതുമായ ഒരു കാര്യമുണ്ട്. ബ്ലാഞ്ച് ടെസ്റ്റ് അഥവാ പ്രസ് ടെസ്റ്റ്. അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചുവന്ന പാട് കണ്ടാൽ ഉടൻ തന്നെ ഈ ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രം? ആ പാട് കണ്ടാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ചുവന്ന പാട് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ആ ഭാഗത്ത് പതുക്കെ ഒന്ന് അമർത്തുക. നിങ്ങളുടെ വിരലിന്റെ സമ്മർദ്ദം കാരണം അവിടുത്തെ രക്തം മാറി ആ ഭാഗം വെളുത്ത നിറമാകും. ഓക്കെ, എന്നിട്ട് വിരൽ മാറ്റുമ്പോഴോ? നിങ്ങൾ വിരൽ മാറ്റുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ രക്തം തിരികെ വന്ന് ആ ഭാഗം വീണ്ടും ചുവപ്പ് നിറത്തിലാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ രക്തയോട്ടം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ്. ഇത് സാധാരണമാണ്. ഇതിനെ ബ്ലാഞ്ചബിൾ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു മെമ്മറി ഫോം മെറ്റയിൽ അമർത്തുമ്പോൾ അത് തിരികെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചിൽ അമർത്തി വിടുമ്പോൾ അത് വീർത്ത് വരുന്നത് പോലെയോ ആണ്. അതെ, നല്ലൊരു ഉദാഹരണമാണത്. ആ ഒരു ബൗൺസ് ബാക്ക്, അതായത് രക്തം തിരികെ വരുന്നത് സംഭവിച്ചില്ലെങ്കിൽ അവിടെ എന്തോ വലിയൊരു അപകടം ഒളിച്ചിരിപ്പുണ്ടല്ലോ. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. നിങ്ങൾ അമർത്തുമ്പോഴും നിറം മാറാതെ ആ ഭാഗം ചുവപ്പായി തന്നെ തുടർന്നാൽ അതിനെ നോൺ ബ്ലാഞ്ചബിൾ എന്ന് വിളിക്കും. അതിനർത്ഥം കാപ്പിലറികൾ അടഞ്ഞുപോയി എന്നാണോ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാപ്പിലറികൾ അടഞ്ഞുപോയി, അവിടുത്തെ കോശങ്ങൾ മരിച്ചു തുടങ്ങി എന്നാണ്. അതാണ് സ്റ്റേജ് 1 പ്രഷർ അൾസർ. ആ ബൗൺസ് ബാക്ക് സംഭവിച്ചില്ലെങ്കിൽ ബെഡ് സോർ അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുറപ്പിക്കാം. അങ്ങനെ ഒരു നോൺ ബ്ലാഞ്ചബിൾ പാട് കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് ഭാരം വരാത്ത രീതിയിൽ രോഗിയെ ചരിപ്പിച്ചു കിടത്തണം.
ഈ സാഹചര്യത്തിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ആ ഭാഗമൊന്ന് മസാജ് ചെയ്യാൻ ശ്രമിക്കും. ഓ, രക്തയോട്ടം കൂട്ടാമല്ലോ എന്ന് കരുതി തിരുമ്മാൻ ശ്രമിക്കുകയല്ലേ? അതെ, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മരിച്ചു തുടങ്ങിയ ആ കോശങ്ങളെ വീണ്ടും അമർത്തുന്നത് ആ മുറിവ് കൂടുതൽ വലുതാകാൻ മാത്രമേ സഹായിക്കൂ. ഉടൻ തന്നെ ഹോം നഴ്സിനെയോ ഡോക്ടറെയോ വിവരം അറിയിക്കുകയും കൂടുതൽ സമ്മർദ്ദം വരാതെ നോക്കുകയും വേണം. ഈ വിവരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ ആ MRI റിപ്പോർട്ടിലെ വിവരങ്ങൾ വളരെ കൃത്യമായിരുന്നു. സ്ട്രോക്ക് എവിടെയാണ്, എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നൊക്കെ ആ മെഷീൻ നമുക്ക് കാണിച്ചു തന്നു. അതെ, സാങ്കേതികമായി അതെല്ലാം ശരിയാണ്. പക്ഷേ യാതൊരുവിധ യന്ത്രങ്ങൾക്കും സ്കാൻ ചെയ്തെടുക്കാൻ കഴിയാത്ത മറ്റൊരു വലിയ പ്രക്രിയ ഈ വീടിനുള്ളിൽ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഒരു ഹോം നഴ്സും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടം. സയൻസും ഫിസിക്സും ജീവശാസ്ത്രവും എല്ലാം ഒരു വശത്തുണ്ട്. എന്നാൽ അതിനെല്ലാം മീതെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് മാത്രമേ ഈ അതിസങ്കീർണമായ പ്രോട്ടോക്കോളുകളെ ഒരു തെറ്റും കൂടാതെ ദിവസേന പിന്തുടരാൻ കഴിയൂ. നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു ആശുപത്രിയിലെ ICUവിൽ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുക എന്നത് മനുഷ്യർക്ക് മാത്രം സാധിക്കുന്നൊരു അത്ഭുതമാണ്. അതെ, ഒരു MRI മെഷീനിലും യഥാർത്ഥ രോഗശാന്തി സംഭവിക്കുന്നില്ലല്ലോ. രോഗശാന്തിയും കരുതലും തുടങ്ങുന്നത് അർദ്ധരാത്രിയിലെ ആ 2 മണിക്കൂർ ഇടവേളകളിലെ നിശബ്ദമായ പരിചരണത്തിലാണ്. ആ സ്നേഹസ്പർശങ്ങൾക്ക് പകരം വയ്ക്കാൻ ലോകത്ത് ഒരു മെഡിക്കൽ റിപ്പോർട്ടുകൾക്കും കഴിയില്ല. ഈ അന്വേഷണം ഒരുപക്ഷെ നിങ്ങൾക്കൊരുപാട് ശാസ്ത്രീയ അറിവുകൾ നൽകിയിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. അതെ, ആ കുടുംബത്തിന്റെ ഒരു അപേക്ഷ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറിയാമ്മ ജോണിന്റെ കുടുംബം നമ്മളോട് ഈ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കുടുംബത്തിന്റെ സമർപ്പണത്തെ ഓർത്ത് ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. ശ്രീമതി മറിയാമ്മ ജോണിന് അവരുടെ ശിഷ്ടകാലം സമാധാനപരവും വേദനാരഹിതവുമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് അവളെ വിളിക്കുന്നതുവരെ അവൾക്ക് ആവശ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകാൻ ആ കുടുംബാംഗങ്ങൾക്കും ആ ഹോം നഴ്സിനും ആവശ്യമായ കരുത്തും ആരോഗ്യവും സഹനശക്തിയും ലഭിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വീടിന്റെ ശാന്തതയിൽ അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഒരു വലിയ പ്രാർത്ഥന തന്നെയാണ്.
ഈ ആഴത്തിലുള്ള പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നിങ്ങൾക്ക് നന്ദി. ഓർക്കുക, ചില സമയങ്ങളിൽ ഏറ്റവും വലിയ ശാസ്ത്രം എന്നത് അങ്ങേയറ്റത്തെ സ്നേഹം തന്നെയാണ്.